കേരള സർവകലാശാല സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും രണ്ടു വഴിക്ക്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദ് ചെയ്തെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചു. യോഗം പിരിച്ചുവിട്ടതിന് ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധുതയില്ലെന്ന് പ്രഖ്യാപിച്ച് വിസിയുടെ നാടകീയ നീക്കം. സസ്പെൻഷൻ അതേ രീതിയിൽ നിലനിൽക്കുന്നുവെന്ന് താൽക്കാലിക വിസി ഡോക്ടർ സിസ തോമസ് പറഞ്ഞു. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി തീരുമാനം കോടതിയെ അറിയിക്കാനാണ് ഇടത് സിൻഡിക്കേറ്റിന്റെ നീക്കം. സീനിയർ അംഗം പ്രൊഫസർ രാധാമണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇടതംഗങ്ങൾ നടപടികൾ പൂർത്തിയാക്കിയത്. അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ് ചെയ്തത്. ഇത് ഡിസോൾവ് ചെയ്ത് ചെയർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റദ്ദാക്കപ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് വരുന്നേ ഇല്ല. അതുകൊണ്ട് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. അത് കാരണം ഈ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് വന്നത്. അജണ്ട ഐറ്റത്തിന്റെ ട്രൂ ഒരു വളരെ വയലേഷനാണ് ഇത് കാണിക്കുന്നത്. അജണ്ട പൂർത്തീകരിച്ചില്ല. അജണ്ട എന്ന് പറയുന്ന നാളത്തെ കൊടുക്കുന്ന സത്യവാങ്മൂലം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇല്ല അതിലോട്ട് ചർച്ച പോകാതിരിക്കാൻ വേറെ ചർച്ച മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. അത് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു കാര്യമാണ്. VC ഒരു വഴിക്കും യൂണിവേഴ്സിറ്റി വേറൊരു രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VC ആണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷനെ സപ്പോർട്ട് ചെയ്യാനേ VCക്ക് പറ്റുള്ളൂ. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് VC ആണ്. ആ VC ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയാ, അവര് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് ധരിക്കുന്നുള്ളൂ. അതിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അത് കോടതിയിലുള്ള വിഷയമാണ്. അത് ഡിസ്കസ് ചെയ്യാനേ അല്ല നമ്മൾ വന്നത്. അത് ടോട്ടൽ സബ്ജുഡിസ് ആണ്. അത് ചെയ്യാൻ പറ്റില്ല. സേഫ് സൈൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സേഫ്, നാടകീയമായ സംഭവങ്ങളാണ് സിൻഡിക്കേറ്റ് യോഗത്തിലും നടന്നത്. സിൻഡിക്കേറ്റ് പറയുന്നു സസ്പെൻഷൻ റദ്ദാക്കിയെന്ന്, പക്ഷേ അതിന് നിയമസാധുതയില്ല എന്ന് VC പറയുന്നു. എന്താണ് അവിടെ നടന്നത്? സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അന്തിമ തീരുമാനം എടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. അമൃത, സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ് അന്തിമ തീരുമാനമായി വരുന്നത്. രജിസ്ട്രാറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനമെടുക്കേണ്ട അന്തിമ ബോഡി എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അത് സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് വിളിക്കണം എന്ന ആവശ്യം കഴിഞ്ഞ 2 ദിവസം അദ്ദേഹത്തിന്റെ അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ തന്നെ മോഹൻ കുന്നുമേൽ താൽക്കാലിക VCയുടെ ചുമതല നൽകിയിട്ടുള്ള സിസ തോമസിന് അങ്ങനെ ഒരു കത്ത് ഇടതുപക്ഷ അംഗങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത്. ഞായറാഴ്ചയായിട്ടും ആ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തീരുമാനിച്ചത് നാളെ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ നിലപാട് കോടതിക്ക് മുന്നിൽ അറിയിക്കണം. കോടതിക്ക് മുന്നിൽ അറിയിക്കേണ്ടത് സിൻഡിക്കേറ്റിന്റെ നിലപാട് തന്നെയാണ് എന്നുള്ള ആവശ്യമാണ് ഇടതംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇന്ന് പ്രധാനപ്പെട്ട യോഗം ചേർന്നപ്പോൾ ഇടതുപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം രജിസ്ട്രാറായ അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ളതാണ്. ആ സസ്പെൻഷൻ പിൻവലിച്ച് സിൻഡിക്കേറ്റിന്റെ ആ തീരുമാനം കോടതിയെ അറിയിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന സമയത്തൊന്നും നാളെ കോടതിയിൽ അറിയിക്കേണ്ട നിലപാട് മാത്രം ചർച്ച ചെയ്താൽ മതി, അല്ലാതെ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലേക്ക്, സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് ഈ സിൻഡിക്കേറ്റ് യോഗം ചെയർ ചെയ്ത താൽക്കാലിക VC സിസ തോമസ് നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ ഇടതുപക്ഷാംഗങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യണം. സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് ഇന്നെടുക്കുന്ന തീരുമാനം കോടതി അറിയിക്കണം. ഈ ആവശ്യം സിസ തോമസിന് മുന്നിലേക്ക് ഇടതുപക്ഷാംഗങ്ങൾ വെച്ചു. പക്ഷെ അവർ ഏതെങ്കിലും തരത്തിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ അവർ എത്തിച്ചേർന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷാംഗങ്ങൾ, അവർ ഭൂരിപക്ഷമാണ്, ആ ഭൂരിപക്ഷം തീരുമാനം എടുത്തുകൊണ്ട് സസ്പെൻഷൻ റദ്ദാക്കുന്നു എന്ന നിലപാടിലേക്ക്
സിൻഡിക്കേറ്റ് എത്തിച്ചേർന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നതിനിടയിൽ താൽക്കാലിക VC-യായ സിസ തോമസ് ചെയ്തത് അത് ചെയർ ചെയ്യുന്നത്, അതായത് ഈ സിൻഡിക്കേറ്റിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അവർ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അത് സർവകലാശാല സിൻഡിക്കേറ്റ് അതിന് ബദലായി ചെയ്തത്, അങ്ങനെ ചെയർ ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിന്റെ ആ ചട്ടം 6 പ്രകാരം ഒരു സീനിയറായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്തേക്ക് രാധാമണി ഏറ്റവും സീനിയറായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗമാണ്. സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിന്റെ ചാപ്റ്റർ 6 പ്രകാരമാണ് അവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ട് ഭൂരിപക്ഷ തീരുമാനം, സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷ തീരുമാനം റദ്ദ് ചെയ്യാനുള്ള തീരുമാനം, സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഔദ്യോഗികമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇടത് അംഗങ്ങൾ അത് പുറത്തു വന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. കുറച്ചു മുമ്പ് യോഗം കഴിഞ്ഞ് പുറത്തു വന്ന ചെയർ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്ന താൽക്കാലിക VC-യായ സിസ തോമസ് പറഞ്ഞത് അങ്ങനെ ഒരു അജണ്ട ഈ വിഷയത്തിലില്ലായിരുന്നു. VC-യുടെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ചെയർ ചെയ്തത്. ചെയർ ചെയ്തതിന് ശേഷം വിവിധ വിഷയങ്ങളിലേക്ക് അവർ കടന്നുപോയപ്പോൾ ചെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് താൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് VC-യുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ എന്താണോ ചെയ്തത്, സസ്പെൻഷൻ നടപടി എന്താണോ ചെയ്തത്, അത് അതേപോലെ നിലനിൽക്കുകയാണ്. അത് പിൻവലിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ആ തീരുമാനം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് എന്നാണ് താൽക്കാലിക VC-യായ സിസ തോമസ് പറഞ്ഞത്. അതിനൊപ്പം തന്നെ ചില പരിഹാസം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കേട്ടതാണ്, ചെയർ ചെയ്തത് താനാണ്. ചെയർ ചെയ്യുമ്പോൾ എന്താണോ തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനമാണ് സിൻഡിക്കേറ്റ് തീരുമാനം. അല്ലാതെ താൻ അത് ഡിസോൾവ് ചെയ്ത് തിരിച്ചിറങ്ങിയതിനു ശേഷം അവിടെ നടക്കുന്നത് അത് സിൻഡിക്കേറ്റിന്റെ ഔദ്യോഗിക തീരുമാനമല്ല. അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ളത് കുശലാന്വേഷണമാണ്. അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം, നിലവിൽ അവരെടുത്തിരിക്കുന്ന സസ്പെൻഷൻ റദ്ദാക്കാനുള്ള തീരുമാനം, അത് കുശലാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അതുകൊണ്ട് ആ തീരുമാനമായിരിക്കില്ല കോടതിയിൽ അറിയിക്കുക എന്നുള്ള സൂചന കൂടി അവർ നൽകുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ സർവകലാശാലയുടെ ഒരു അഭിഭാഷകൻ സ്വാഭാവികമായിട്ടും കോടതിയിൽ ഹാജരാവേണ്ടതുണ്ട്. പക്ഷെ VC സ്വന്തമായിട്ടൊരു അഭിഭാഷകനെ നിയമിച്ചിട്ടുണ്ട്, ഒരു കൗൺസിലിനെ നിയമിച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ കൗൺസിൽ എന്തായിരിക്കും അറിയിക്കുക, VC-യുടെ കൗൺസിൽ എന്തായിരിക്കും അറിയിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നാളെ കോടതിയിൽ കാണേണ്ട കാര്യമാണ്. എന്തായാലും വലിയ തർക്കം, നാടകീയ നീക്കങ്ങൾ തുടങ്ങിയവയാണ് ഇന്ന് നമുക്ക് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേ സേഫ്, ഈ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ 2 ഭാഗങ്ങൾ 2 തട്ടിൽ നിൽക്കുകയാണ്. ഈ സിൻഡിക്കേറ്റും VC-യും തമ്മിലുള്ള ഒരു പോരിലേക്ക് തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ശരിക്കും ഈ സസ്പെൻഷൻ റദ്ദാക്കിയോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, സർവകലാശാലയുടെ നിയമപ്രകാരം ചെയ്യേണ്ടത് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സിൻഡിക്കേറ്റാണ്, ചെയ്യേണ്ടത് സിൻഡിക്കേറ്റാണ്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് VC-ആണ്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് അത് പോയിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ട് നോക്കിയാണ് തീരുമാനം എടുക്കേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ട് ആ തീരുമാനം റദ്ദാക്കപ്പെടേണ്ടതാണ്. ഇനിയിപ്പോ VC-യുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് മോഹൻ കുന്നുമ്പൽ ചെയ്ത കാര്യത്തെ കോടതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ കോടതിയിൽ അറിയേണ്ട കാര്യങ്ങളാണ്. നിലവിലെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് ഉള്ളത് എന്ന് സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് നാളെ എന്തായാലും കോടതിയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോടതി അതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഇതാണ്, മോഹൻ കുന്നുമ്മൽ വേഴ്സസ് സിൻഡിക്കേറ്റ് ആയിരുന്നു നേരത്തെ ഉള്ളതെങ്കിൽ സിസ തോമസ് വേഴ്സസ് സിൻഡിക്കേറ്റ് ആണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ കോടതിയിൽ കാണാൻ പോകുന്നത് സിസ തോമസ് വേഴ്സസ് സിൻഡിക്കേറ്റ് തന്നെയായിരിക്കും. സിൻഡിക്കേറ്റ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ ഇതിന് ചെയർ ചെയ്യേണ്ട ആൾ VC, അവർ യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, അതിന്റെ ചട്ടം 6 പ്രകാരം മുതിർന്ന അംഗത്തെ, സിൻഡിക്കേറ്റ് അംഗത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് ഒരു തീരുമാനമെടുക്കുന്നു. അത് ഭൂരിപക്ഷ തീരുമാനമായി വരികയാണ്. ആ ഭൂരിപക്ഷ തീരുമാനം മിനിറ്റ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ മിനിറ്റ്സ് ചെയ്ത തീരുമാനം സ്വാഭാവികമായിട്ടും നാളെ കോടതിയിൽ അറിയിക്കും. കോടതിയെ അറിയിക്കുമ്പോൾ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ തർക്കം ഇവിടെ പെട്ടെന്ന് അവസാനിക്കുന്നതാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിനെ തുടക്കം കുറിച്ചത് അമൃതയ്ക്കും അറിയാം. ആ തർക്കം അത് ഈ ഭാരതാംബയുടെ കാവിക്കൊടി അണിഞ്ഞ അല്ലെങ്കിൽ RSS കൊടി ഏന്തിയ സ്ത്രീയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളൊക്കെ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കത്തി പടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും വിട്ടുവീഴ്ചയ്ക്ക് ഒരു കാരണവശാലും തയ്യാറാകേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനം CPM എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷ അംഗങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അവർ ഒരു താൽക്കാലിക അധ്യക്ഷയെ നിയമിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനം, സസ്പെൻഷൻ നടപടി റദ്ദാക്കുകയാണ് എന്നുള്ള തീരുമാനം ഔദ്യോഗികമായിട്ട് എടുത്തിരിക്കുന്നത്. ഔദ്യോഗിക തീരുമാനം അവൾ അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും.